എന്റെ പൊന്നു മോട്ടോ, നീ ഇവിടെ എന്താ ചെയ്യാ? ഇത് കണ്ടോ എനിക്ക് എന്താ കിട്ടിയിരിക്കുന്നെന്ന്? ഇത്രയും വലിയ മുട്ടയോ? എവിടുന്ന് പിടിച്ചോണ്ട് വരുന്നു? കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ. നീ ഇത് പൊട്ടിക്കുന്നാ തോന്നുന്നേ. വളരെ നന്നായി. ഇന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചേ ഉള്ളൂ, അപ്പോഴത്തേക്കും ദേ തന്നിരിക്കുന്നു. എനിക്കാണ് ഒടുക്കത്തെ വിശപ്പും. അതായത് ഞാനൊരു കാട്ടിലേക്ക് പോയി. അവിടെ ഒരു പഴയ ഗുഹയുണ്ടായിരുന്നു. അതിനകത്തേക്ക് ധൈര്യം സംഭരിച്ച് കേറി. അവിടെ നിന്നാണ് എനിക്ക് ഇത്രയും വലിയ മുട്ട കിട്ടിയത്. അതെടുത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. മോട്ടു, അതിന് നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാ. ഭയങ്കര വിശപ്പ്. ഇത്രയും വലിയ മുട്ട കൊണ്ട് നമ്മുടെ രണ്ടുപേരുടെ വിശപ്പ് മാറിക്കോളും. നീ എന്താ പറഞ്ഞ? മുട്ടയും കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകണമെന്നോ? ഇതിനകത്തിരിക്കുന്ന ജീവൻ പുറത്തേക്ക് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. അപ്പഴാ തന്റെ ഒരു ഓംലെറ്റ്. നിനക്ക് ഇതിനെ കുറിച്ച് വല്ലതും അറിയോ? ഈ മുട്ട ആരുടെയാണെന്നുള്ളതല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ആരുടെ വയറ്റിൽ പോകുന്നുള്ളതാണ്. മനസ്സിലായോ? ഇങ്ങോട്ട് പിടിച്ചു. ഇനി മുട്ടയിലെങ്ങാനും തൊട്ട് പോയാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. തീറ്റടപ്പായി വന്നിരിക്കുന്നു. എന്ത് കണ്ടാലും എടുത്ത് വിഴുങ്ങണം. തീറ്റയെ കുറിച്ച് മാത്രമുള്ളൂ ശുഷ്കാന്തി. വയറൻ. നല്ല എരിവുള്ള സമൂസ. ആലോചിച്ച് കഴിക്കണം. ഈറ്റ് അറ്റ് യുവർ ഓൺ റിസ്ക്. എന്നെ പൊട്ടനാക്കാൻ നോക്കുവാണോ? അയ്യോ, ചുണ്ടലിക്ക് വെച്ച പാഷാണം പെരിച്ചാഴി തിന്നത് പോലെ ഉണ്ട്. നീ എന്തിനാ അങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്നത്? നിന്റെ രക്തസമ്മർദ്ദം കൂടുവന്നേ. ഒരു മുട്ടയ്ക്ക് വേണ്ടിയല്ലേ നീ നിന്റെ കൂട്ടുകാരനെ ഇങ്ങനെ ഇടിച്ച് പരുവത്തിലാക്കിയത്? വെറും ഒരു മുട്ടയ്ക്ക് വേണ്ടി. എന്റെ അടുത്ത് ഒന്നും തന്നെ ഇല്ല. പക്ഷെ നിന്റെ അടുത്ത് എന്താണുള്ളത്? നിന്റെ അടുത്ത് എന്താണുള്ളത്? പറ, എന്നോട് പറ. എന്റെ കയ്യില് ഒരു മുട്ടയുണ്ട്. മോട്ടു, മുട്ട പൊട്ടി. മുട്ടയുടെ അകത്തുനിന്ന് ഇപ്പൊ ഒരു കുട്ടി വരും. നമുക്ക് വേഗം ചെന്ന് ഓംലെറ്റ് ഉണ്ടാക്കാം. അതിൽ നിന്ന് കുഞ്ഞ് പുറത്തു വന്നാ പിന്നെ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പ്ലീസ് വാ പത്തലു. എന്റെ കയ്യിൽ നിന്ന് വിട. മോട്ടോ നോക്കേ, ഒരു ഡൈനോസോറാ വന്നിരിക്കുന്ന. അതും പറക്കാൻ ശക്തിയുള്ള ഡൈനോസോറ്. എന്ത് രസമല്ല അതിനെ കാണാൻ. വായോ വായോ എന്റെ കുഞ്ഞു വാവേ. ഡൈനോസറിന്റെ കുട്ടിയോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിന് ഞാൻ വെറുതെ വിടില്ല. എന്റെ മുഖം മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. എന്റെ മുഖം തന്തൂരി അടുപ്പിലിട്ടെടുത്തതുപോലെ ആക്കി കളഞ്ഞല്ലോ. ഇനി അധികം സംസാരിച്ചാൽ മുഴുവനും വേവിച്ചെടുത്തേക്ക്. ഇതാ നിനക്കുള്ള ഭക്ഷണം, കഴിച്ചോളൂ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. നിനക്ക് വേറെ ഭക്ഷണം വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. നീ അതുവരെ ഇവിടെ ഇരിക്ക. എന്റെ മുഖം. കുഞ്ഞിന് വിശക്കുന്നുണ്ടോ? സമൂസ കഴിക്കുന്നോ? കഴിക്കു കുട്ടാ.
എന്റെ അമ്മ വീണ്ടും ഇത് എന്റെ മുഖം നശിപ്പിച്ച് കളഞ്ഞല്ലോ. അയ്യോ, പുകയുന്നേ. വെറുതെ വിടില്ല ഞാൻ. ആ പത്തില് നല്ല എരിവുള്ള സമൂസ ഉണ്ടാക്കി വെച്ചത് എന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ടാ. കാണിച്ചു കൊടുക്കാം. ഇനി അടുത്ത് എന്ത് തുറന്നുണ്ടാക്കാനാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? മോട്ടോ ഇവന് വല്ലാതെ വിശക്കുന്നുണ്ട്. എന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് ഭക്ഷണമില്ല. നിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്ക്. ഇവിടെ കഴിക്കാനുള്ളതൊഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും നിനക്ക് ഇവിടുന്ന് കിട്ടും. അതൊക്കെ വേണേ നിങ്ങളെ എടുത്ത് കഴിച്ചോ. കസേരയോ? കസേര കഴിക്കണേ, കഴിച്ചോ. ഗുഡ് ബോയ്. എന്താ വേണ്ട വേണ്ട. അയ്യോ, അതൊന്നും കഴിക്കരുത് കഴിക്കരുത്. അയ്യോ, അത് കഴിക്കരുത് കഴിക്കരുത് കഴിക്കരുത്. വേണ്ട വേണ്ട, അത് വേണ്ട വേണ്ട. അയ്യോ, അത് കഴിച്ചു. മക്കള്, ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ നീ ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? അത് വിട്ടേക്ക്, അത് വേണ്ട, അത് കഴിക്കരുത്. അയ്യോ, അത് വേണ്ട വേണ്ട, കഴിക്കരുത്. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ, നമ്മളിപ്പോ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിയില്ലേ? ഇതുപോലത്തെ ഒരു മരണം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ പട്ടിണി കിടക്കേണ്ടി വരും. ഐഡിയ എന്നാ പിന്നെ നമുക്ക് ഡോക്ടർ ജഡ്കൈ പോയി കാണാം. അദ്ദേഹം നല്ലൊരു ഐഡിയ തരും. ചോട്ടോ, നീ പുറത്ത് എവിടെയും പോകരുത്. നല്ല കുട്ടിയായിട്ട് ഇവിടെ തന്നെ ഇരിക്കണം. വെള്ളപ്പൊക്കം വന്ന കേരളത്തെ പോലെ എല്ലാം ശൂന്യമായി. ഹലോ, ഏയ് ഹലോ, തനിക്ക് എന്താ പറ്റിയത്? എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് മൈ നെയിം ഇസ് ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ഈ ഇൻസ്പെക്ടർ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്. ഇംപോസിബിൾ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ആരാണെങ്കിലും ശരി, ഞാൻ അവരെ വെറുതെ വിടില്ല. ഈ ചിങ്കത്തിനടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്. പറഞ്ഞല്ലോ, ഇംപോസിബിൾ. എന്റെ അപ്പച്ചി. അല്ല പത്തിലു, സ്നേഹിത, നിനക്ക് എന്താ പറ്റിയത്? ഈ കാലത്ത് ഡൈനോസർ അത് ഇതെന്നൊക്കെ പറഞ്ഞ അതിനൊന്നും ഒരു ചാൻസും ഇല്ല. അല്ല ചോട്ടോ, നീ എങ്ങനെ പൊളിച്ചെടുത്തല്ലോ. ഒരു പക്ഷേ ഇവര് പറഞ്ഞത് ശരിയായിരിക്കും. ഈ കാലത്തും ഡൈനോസർ വരാൻ സാധ്യതയുണ്ട്. ഇതിനെ വെച്ച് നമുക്കൊരു ഷോ നടത്താം, എന്നിട്ട് കോടികൾ സമ്പാദിക്കാം ഡോക്ടറെ. എന്തൊരു ബുദ്ധിയാ നിനക്ക്! എന്റെ അറിവിൽ ആദ്യമായിട്ട് അതിന്റെ ബുദ്ധി ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അത്ഭുതം തന്നെ. ആദ്യം ഇതിനെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കേ. നാളെ വൈകുന്നേരം നമുക്ക് ഈ ഡൈനോസറിനെ വെച്ച് ഷോ തുടങ്ങാം. മോട്ടോ, ഇപ്പോഴാണ് എനിക്ക് തൃപ്തിയായേ. അവിടെ നിൽക്ക്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഈ പെട്ടിക്കകത്ത് എന്താ ഉള്ളത്? സാറേ, ഇതിനകത്ത് ഞങ്ങളുടെ ചോട്ടുവാ. അതല്ല സാറേ, ഇത് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളാ. സാധനങ്ങളാണോ അതോ ചോട്ടുവാണോ? ആലോചിച്ച് പറയൂ. പക്ഷെ സത്യം പറയണം, മൈൻഡ്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. അതുകൊണ്ട് ഈ പെട്ടി വേഗം തുറന്നേ. എന്റെ അമ്മോ! ഏയ്, അവിടെ നിക്ക്. നിയമത്തിന് വഴങ്ങണം. ഏയ്, അവിടെ നിക്ക്. നിന്നോട് നിൽക്കാൻ പറഞ്ഞത്. അവിടെ നിക്ക്. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഇറ്റ് ഇസ് ഹൈലി ഇംപോസിബിൾ. വിട്ടോടാ പത്തിലു. ചോട്ടോ.
രക്ഷിക്കണേ! ഇനിയിപ്പോ എന്താ ചെയ്യാ? പോലീസ് ഇവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അതോടൊപ്പം നമ്മുടെ കാര്യത്തിൽ രക്ഷയില്ലേ? ചോട്ടു, ആ പോകുന്നത് നിന്റെ വർഗത്തിൽപ്പെട്ടതാന്നാ തോന്നുന്നേ. ഈ ലോകം നിനക്ക് ശരിയാകുമെന്ന് തോന്നുന്നില്ല. നീ പോയിക്കോ നിന്റെ ലോകത്തേക്ക്. ഞാനും നിന്നെ വേണമെന്ന് വെച്ച് വേദനിപ്പിച്ചിട്ടില്ല. എന്നോട് നിനക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ബായ് ചോട്ടു, ബായ്. സ്വാഗതം, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതകരമായ ഡൈനോസർ ഷോ കാഴ്ചവെക്കാൻ പോകുന്നു. സ്വാഗതം, എല്ലാവരും വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഈ നൂറ്റാണ്ടിൽ ആദ്യമായി കാണാൻ പോകുന്ന ഡൈനോസർ ഷോ. എന്താണ് ആലോചിച്ച് നിൽക്കുന്നത്? കയറി വരണം. ഒരു തവണ ഡൈനോസറിനെ കാണാൻ 1000 രൂപയാണ്. ഈ അവസരം നിങ്ങൾക്ക് വീണ്ടും കിട്ടില്ല. അത്ഭുതം. കാണാത്തവരൊക്കെ കാണുക. എനിക്കും വേണം ഒരെണ്ണം. ഹലോ സ്നേഹിത വോട്ടു, നമ്മുടെ ടിക്കറ്റുകൾ എല്ലാം വിറ്റ് കഴിഞ്ഞു. നീ കറക്റ്റ് ആയിട്ട് ഡൈനോസറിനെ കൂട്ടി 2 മണിക്ക് വന്നേരെ കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നത്? ഡൈനോസർ എപ്പോഴേ പോയി. ഇനി അത് തിരിച്ചു വരില്ല. എന്താ പറഞ്ഞത്? ഡൈനോസർ പോയല്ലോ. ഇനി എന്ത് ചെയ്യും? ഇനി ഇവരോടൊക്കെ ഞാൻ എന്ത് സമാധാനമാ പറയാ? മോട്ടോ, നീ എന്തായി പറയുന്നത്? ഡൈനോസർ പോയെന്നോ? എവിടേക്ക് പോയി? എങ്ങനെ പോയി? പൊളിച്ചെടുത്തല്ലോ. ഇനിയിപ്പോ എനിക്ക് ഡൈനോസറിന്റെ മേക്കപ്പ് വന്നതാണോ മോട്ടു? പൊളിച്ചെടുത്തല്ലോ. ഓ സോറി, ഇതൊക്കെ പത്തില് കാരണം സംഭവിച്ചതാണ്. എനിക്കിതിൽ ഒരു പങ്കും തന്നെ ഇല്ല. മോട്ടു, ഇത് കണ്ടോ? എനിക്ക് കാട്ടിന്ന് പുതിയൊരു മുട്ട കിട്ടി. ഓടിക്കോ. വെറുതെ വിടല്ല. ഞാനിത് Watch India's largest kids library only on Jio Hotstar. Download the app now.